ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ ലൈഫ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. കിയാരക്കാണെങ്കിൽ നല്ല ഉറക്കമാണ്. പക്ഷേ ഇവളെ താഴെ കൊണ്ടുപോകണം, കാരണം ഹസ്ബൻഡ് നേരത്തെ പോയി. അതുകൊണ്ട് ഇവളെ ഇവിടെ ഒറ്റയ്ക്ക് കിടത്താൻ പറ്റില്ല. ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സ്റ്റൈല് ഉറങ്ങുന്നതിൻ്റെ. കിയാര 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 ഏയ് കിയാര, വാ കിയാര. കിയാര അപ്പോൾ ഇവളെ ഇവിടെ ആക്കി. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ കുറച്ചൊക്കെ കാണിച്ചു തരാം ഇന്നത്തെ ഒരു ഡേ എന്ന് വിചാരിച്ചു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനെങ്കിൽ ഇന്നലെ രാത്രി വെച്ച ചിക്കൻ കറി ഉണ്ട്, പിന്നെ ഉഴുന്നും അരിയും കടഞ്ഞ് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്. പിന്നെ ഇന്ന് സൺഡേ ആണ്, അപ്പോൾ എല്ലാവരും മല്ലേ എഴുന്നേറ്റു. പക്ഷെ എൻ്റെ ഹസ്ബൻഡും പോയി, ഇവിടുത്തെ അച്ഛനും പോയി, അമ്മമ്മയും മാമൻ്റെ മോളും ഉണ്ട്. അവർ ഇന്നലെ വന്നതായിരുന്നു. അതുകൊണ്ട് പിന്നെ നല്ല ടയേർഡും ഉണ്ട്. അതുകൊണ്ടാണ് മെല്ലെ എഴുന്നേറ്റത്. ഇനി ദോശ ഉണ്ടാക്കണം. കറി ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ ആണെങ്കിൽ സമയം 9 മണിയായി. പിന്നെ കിയാരക്കാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു. ഇടയ്ക്ക് ആളിങ്ങനെ പാല് കുടിച്ചിട്ട് കിടന്നിട്ടുണ്ടായതായിരുന്നു. അതുകൊണ്ട് നമ്മൾ മെല്ലെ അങ്ങ് വന്നു. അപ്പോൾ ദോശ ഉണ്ടാക്കുന്നതിന് മുമ്പ് ചോറിനുള്ള അരിയൊക്കെ കഴുകിയിട്ട് ഞാൻ ഇടുന്നുള്ളതാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ചോറൊന്ന് വേഗം ഇങ്ങനെ ഗ്യാസിൽ വെച്ചാൽ ഒരു സമാധാനമാണ്. എന്തിയേ 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 അടപ്പോണ്ട് അടപ്പോണ്ട് എടവാ ദാടാ ഉണ്ട് ഉണ്ട് ഉണ്ട്. ഞാനിതാ ഒരാളുണ്ട് ഇടാ. എടുക്കണ്ട എടുക്കണ്ട. എന്തിയേ ദോശയാക്കി കഴിഞ്ഞു. അമ്മമ്മ ഇടയ്ക്ക് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പത്തലും ഉണ്ടായിരുന്നു. പത്തലിൻ്റെ അരവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അതും ഉണ്ടാക്കി. ഇടയ്ക്ക് ഇങ്ങനെ അമ്മ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ കിയാരയ്ക്കും ഫുഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ പോയിട്ട് ഫ്രഷായിട്ട് വരും. അപ്പോൾ ഞാനൊന്ന് ഫ്രഷായിട്ട് വന്നു. ഇനി പോയിട്ട് ചായ കുടിക്കണം. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിയുന്ന സമയത്ത് ഫാത്തിമ വന്നിട്ടുണ്ടായിരുന്നു, ഫാത്തിമയും ടീമും. അപ്പോൾ ഫാത്തിമേൻ്റെ ഉപ്പ ഗൾഫിൽ നിന്ന് കൊടുത്തുവിട്ട ക്യാമറയും കൊണ്ടാണ് ആൾ വന്നത്. അത് കഴിഞ്ഞ് ഫുള്ള് ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. അപ്പോൾ നല്ലൊരു ക്യാമറയാണത്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റാണ് അതിൽ നിന്ന് വരുന്നത്. ഫോട്ടോ എടുക്കുന്ന സമയത്ത് കളർ കാണും, അത് കഴിഞ്ഞ് പ്രിൻ്റ് വരുമ്പോൾ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പിന്നെ നല്ല രസമായിരുന്നു. അതിന്റെ ഉള്ളില് കാണിക്ക് കാണിക്ക്. അപ്പൊ നീ ഇച്ചതല്ലേ വന്നിട്ടുണ്ടായിരുന്നു. ആരോ നോക്കണ്ടേ? ഹർഷന്റെ കുഞ്ഞിനെ അല്ല ഓക്കെ ഫാത്തിമ. കഴിഞ്ഞിട്ട് ഇവളിതാ കിടന്നുറങ്ങുവാണ്.
നല്ല ഉറക്കിലാണ് ആള്. അപ്പോൾ അവൾ ഉറങ്ങിയത് കൊണ്ട് ഞാൻ അവളെ കുറച്ച് തുണിയും ഡ്രസ്സും ഒക്കെ ഉണ്ടായിരുന്നു, അത് അലക്കുന്നുള്ളതാണ്. അപ്പോൾ അമ്മ ഇതാ പയറ് കഞ്ഞി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കർക്കിടക മാസം ആയതുകൊണ്ട് ഈ ഒരു പയറ് കഞ്ഞി ഉണ്ടാക്കിയതാണ്. അപ്പോൾ എനിക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇവളിതാ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. കേര എന്തായി? 2 സ്പൂണും കയ്യിൽ പിടിച്ചിട്ടിരിക്കുവാണ്. എന്ത് എന്ത് ഇവളുണ്ടല്ലോ ചിക്കൻ ഫ്രൈ ചോദിക്കുവാണ്. എന്തേ കൊക്ക തിന്നതാ എന്ത് കൊക്കോ ആണോ? അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ പീസ്, ഈ ചെറിയൊരു കഷ്ണം കിയാര കഴിച്ചതാണ്. അപ്പോൾ അവൾക്ക് ചിക്കനൊക്കെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ കുറേ ഒന്നും കൊടുക്കാറില്ല. അപ്പോൾ അമ്മേൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോസൊക്കെ എടുക്കുന്നുള്ളതാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് അമ്മ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവരുടെ ഫോട്ടോ എടുക്കാൻ ഇവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇവളാണെങ്കിൽ താഴെയുള്ള ബലൂൺ നോക്കുവാണ്. അപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അമ്മ ചിക്കൻ കറിയാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ചാറ് കറി. അപ്പോൾ എൻ്റെ കറി കുറച്ച് എരിവായതുകൊണ്ട് അമ്മയ്ക്കും ഉള്ള കറി ആക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എന്നോട് നോക്കാൻ പറഞ്ഞിട്ട് അമ്മ വീഡിയോ എടുക്കാൻ പോയതാണ്. പക്ഷെ അത് കരിഞ്ഞു പോയി, പാത്രം ഫുള്ള് പോയി, കറിയും ഫുള്ള് പോയി. ഓർമ്മശക്തി ഇപ്പോൾ ഭയങ്കര കൂടുതലുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ കുറേ പറ്റാറുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ആ ഒരു പാത്രത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ചിക്കൻ്റെ പീസ് എടുക്കുന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കിയാരക്ക് ഞാൻ ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ കിയാരക്ക് ഇന്ന് പയർ കഞ്ഞിയും ചിക്കൻ ഫ്രൈയും ആണ് ഫുഡ്. അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമാണ് ചിക്കൻ ഫ്രൈ ആയതുകൊണ്ട്. മഞ്ജിമ ചേച്ചിൻ്റെ ഒക്കെ പോന്നാ ടാറ്റാക്ക് നമുക്ക് ടാറ്റാ. അവള് ബലൂണ് നോക്കുന്ന ഇപ്പൊ. ബലൂൺ എടുത്തു. ഒരാഴ്ച അല്ല, ക്ലാസ് തുടങ്ങിയിട്ട് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ലീവ് ഉണ്ട്. അപ്പൊ വരും. 2:30 ഒരു ബസ്സിൽ പോകാൻ വേണ്ടിയിട്ട് ഇവൾ ഇറങ്ങിയതാണ് കുറ്റിക്കോലിലോട്ട്. അപ്പോൾ ഇവള് കണ്ണൂർ കോളേജിൽ ജോയിൻ ചെയ്യാൻ പോവാണ് എഞ്ചിനീയറിങ്ങിന്. അതുകൊണ്ടാണ് അമ്മമ്മേനെ ഇവിടെ കൊണ്ടുവിടാൻ വന്നത്. കാരണം മാമനും അമ്മായിയും ഒക്കെ പോയാൽ അമ്മമ്മ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാറില്ല. അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസം നിൽക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവൾക്ക് ക്ലാസ് വേഗം തന്നെ ജോയിൻ ആവും, അതുവരെ അമ്മമ്മ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അവൾ പോയിട്ട് തന്നെ ഞാൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ ഇരുന്നതാണ്. അപ്പോൾ കടലക്കറിയും ചിക്കൻ ഫ്രൈയും പിന്നെ ചിക്കൻ കറിയും ആണ് ഉള്ളത്. അത് കഴിച്ചു. ചേച്ചിക്ക് ബസ്സില്ലേലും, ചേച്ചിക്ക് ബസ്സില്ലാത്തതുകൊണ്ട് തിരിച്ചു വന്ന് കിയാരാ കിയാരാ പിച്ച നടക്ക്. ഏയ് ബാ, ഇത് അമ്മരെ കൈ പിടിച്ചിട്ട് നടക്ക് ബാ. ഓ, ഡോർ അടക്കാൻ. അപ്പം ഞാനൊരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റതാണ്, കുറച്ചുറങ്ങി. അപ്പോൾ കിയാരയാണെങ്കിൽ നേരത്തെ ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഞാൻ എണീക്കുമ്പോൾ ആളിപ്പോൾ ഉറങ്ങി. പിന്നെ നേരത്തെ ഉണ്ടാക്കിയ പയർ തന്നെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിപ്പോൾ കഴിക്കുന്നുള്ളതാണ്. അപ്പം ഞാൻ കുളിച്ചിട്ട് വന്നതാണ്. താഴ്ന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്, ആൾ എഴുന്നേറ്റു. കണ്ണ് ചുവന്നിട്ടുണ്ട്, സോപ്പ് പോയിന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു പൊട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ചെറുതിടാൻ പോയതാണ്, പക്ഷെ അത് കുളമായിപ്പോയി, അതുകൊണ്ട് വലുതങ്ങ് ഇട്ടു. കിയരക്ക് എവിടെ പോണോ? കരയുന്നതാ ഫാത്തിമയുടെ ഉണ്ട്. അമ്മരെ പൊട്ട് എടുത്തു. അമ്മര് പൊട്ടിടണ്ട്, അമ്മര് പൊട്ടിടണ്ട്. നോക്ക്, എടുക്ക്, പൊട്ടെടുക്ക അമ്മൻ്റെ. എവിടെ പോണോ? എവിടെ പോണോ? ആടെ പോണോ? ആയി.
വേണ്ടേ ആയി എന്നാ എന്നാ. അപ്പോൾ ഇവക്കിപ്പോൾ പഴം ഇങ്ങനെയാണ് കൊടുക്കാറ്. അതിൻ്റെ ചെറിയ കഷ്ണം ഞാൻ ഇങ്ങനെ എടുക്കും, അതിൻ്റെ ആ ടിപ്പിൽ ഇങ്ങനെ വെക്കും, എന്നിട്ട് ഓള് കഴിക്കുന്ന പോലെയാണ് ഓൾക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലാതെ നമ്മളിങ്ങനെ കയ്യിൽ കൊടുത്താൽ ഓൾ കഴിക്കാറില്ല. ഇപ്പോൾ എന്ത് സാധനമാണേലും ഓൾക്കത് കയ്യിൽ കിട്ടണം. ആപ്പിൾ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ആപ്പിൾ നമ്മളിങ്ങനെ സ്പൂണിൽ കൊടുക്കുമ്പോൾ ഓൾ കഴിക്കാറില്ല. ഓളെ കയ്യിൽ തന്നെ ആപ്പിളും സ്പൂണും കൊടുക്കണം. പക്ഷെ അത് കിട്ടുന്നൊന്നുമില്ല. പഴമാണെങ്കിൽ അവൾ വലിയ പീസ് ഇങ്ങനെ കടിക്കും. അപ്പോൾ അതൊരു പേടിയാണ് കയ്യിൽ കൊടുക്കാൻ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. മാറിയില്ല ഇല്ലല്ലോ. കിയാരയ്ക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ ബണ്ണ് കഴിക്കുവാണ്. അപ്പോൾ ബണ്ണ് ഞാൻ ചൂടാക്കിയിട്ടാണ് കഴിക്കാറ്. അപ്പോൾ ഹോർലിക്സിൻ്റെ പാക്കറ്റ് കുറേ ആയി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട്, അത് ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തോന്നി പാലും ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഹോർലിക്സ് കുടിക്കാൻ തോന്നിയിട്ട് ഹോർലിക്സ് കുടിക്കുവാണ്. ഇതാ ഇതാ ആക്ക് ബാബക്ക് ജോ ആക്ക് ജോ ആക്ക്. ഏത് ഏത് കാക്ടസ് കൊടുത്തു, കാക്ടസ്. ടെഡി എടുത്തു, നിന്റെ വലിയ ടെഡി എടുത്തു ഇല്ലേ? അവിടെ മുകളിലുണ്ട്. അതാരത് ടെഡി? അത് മേമൻ്റെ ടെഡി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ഡേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.